ഇവിടെ ഞാനിവിടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കാൻ പോണത്. അതായത് ഉരുക്ക് വെളിച്ചെണ്ണ, എന്താ പറയുക, വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയും. കുട്ടികൾക്ക് തേച്ച് കുളിക്കാനും ചോറിലൊഴിച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ ഈ 4 തേങ്ങയാണ് ചിരകി വെച്ചിട്ടുള്ളത്. നാളികേരം 4 നാളികേരമാണ് ചിരകി വെച്ചിട്ടുള്ളത്. അതേ ഞാനിത് നന്നായി പിഴിഞ്ഞെടുക്കുകയാണ്. ഫസ്റ്റ് പിഴിഞ്ഞെടുക്കുകയാണ്, ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പം ഞാനിത് ആദ്യം ഒന്ന് പിഴിഞ്ഞെടുത്ത് രണ്ടാമത് വെള്ളമൊഴിച്ച് മിക്സിയിൽ അടിക്കാൻ പോവാണ്. അപ്പം അതേ ഇത്രയും പാല് കിട്ടിയിട്ടോ, നാളികേരപ്പാൽ കിട്ടി. ഇത് നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്ത പാലാണിത്. നാളികേരപ്പാൽ, തേങ്ങാപ്പാൽ, നാളികേരം, തേങ്ങ എന്നൊക്കെ പറയുമല്ലോ, കോക്കനട്ട് മിൽക്ക്. ഇതിനെ ഇനി കുറുക്കി വെളിച്ചെണ്ണയാക്കി എടുക്കണം നമുക്ക്. ധ്യാനുട്ടനാണ് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ലപോലെ ഇളക്കണം, പുറത്തേക്ക് പോകരുത്. ഏട്ടനാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തിനുള്ളതാണ്, എന്താണ് പോന്നെ ഉണ്ടാക്കണേ? വെർജിൻ കോക്കനട്ട് ഓയിൽ പറഞ്ഞു. വെർജിൻ കോക്കനട്ട് ഉണ്ടാക്കാൻ പോവാണ്. കോക്കനട്ട് ഓയിൽ ഇതാർക്കാണ്? എന്റെ കുഞ്ഞു ബേബിക്ക് തേച്ച് കുളിക്കാനാണ്. കണ്ടാ, ഇതിപ്പോൾ ഇത് കട്ടിയായി കണ്ട, എല്ലാം വറ്റി. അങ്ങനെ ഈ അരികിൽ പിടിച്ചതൊക്കെ ഇങ്ങനെ എടുത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിലേക്ക് അരികിൽ ഇങ്ങനെ പിടിച്ചൊക്കെ ചേർത്ത് കൊടുക്കണം. കട്ടിയായി വരുന്നുണ്ട്, എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ടൈം പിടിക്കും. നല്ല കുറുകി അതേ വെളിച്ചെണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അവിടെ നിന്നെല്ലാം വടിച്ച് അകത്താക്കി കൊടുക്കണം. ചെറിയ തീയിലേ കത്തിക്കാവൂ. നന്നായി തെറിക്കും കയ്യിലേക്ക്, ഇങ്ങനെ പൊട്ടി തെറിക്കും. അതുകൊണ്ട് കയ്യിൽ നല്ല സോക്സോ അല്ലെങ്കിൽ തുണിയുടെ സോക്സോ അല്ലെങ്കിൽ വെറുതെ ഒരു തുണി ചുറ്റിയിട്ടോ വെച്ചാൽ മതി, കയ്യിൽ തട്ടാതിരിക്കാനായിട്ട്. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അത് വെളിച്ചെണ്ണയാണ്, നല്ല പ്യൂർ വെളിച്ചെണ്ണയായി വരുന്നുണ്ട്. ഇത്തിരി സമയം കൂടെ കഴിയുമ്പോൾ കറക്റ്റായി. എണ്ണ ഉരുക്കി കഴിഞ്ഞു, വെളിച്ചെണ്ണ ആയി കഴിഞ്ഞു. കണ്ടോ, കീടനൊക്കെ മാറ്റി ഇനി അരിച്ചെടുക്കണം, കുപ്പിയിലാക്കണം. ഇതപ്പോൾ ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി ഇത്ര കിട്ടി. 4 നാളികേരം കൊണ്ട് ഇത്ര കിട്ടിയുള്ളൂ. ചെറിയ നാളികേരമായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 3 നാളികേരം കൊണ്ട് ഈ കുപ്പി നിറയെ കിട്ടിയിരുന്നു. അത് കുറച്ച് വലിയ നാളികേരമായിരുന്നു. നല്ലത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ചെറിയ മക്കൾക്ക് ചോറിലൊക്കെ ഒഴിച്ചിട്ട് ഉപ്പും ചോറും കൂട്ടിയിട്ട് വെളിച്ചെണ്ണയും കൂട്ടി കൊടുക്കാനും പിന്നെ മേല് തേച്ച് കുളിപ്പിക്കാനൊക്കെ നല്ലതാണിത്.